ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേകമായ ഒരു പഠന പരമ്പരയുടെ 53-ാമത്തെ അവതരണത്തിലാണ്. 53-ാമത്തെ അവതരണം പുതിയ നിയമത്തിലെ ഈടുറ്റ ഒരു ഉന്നതമായ ന്യായശാസ്ത്രപരമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള 53-ാമത്തെ അവതരണം 3-ാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിലൂടെ ഗമാലിയൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നേടിയ ആത്മീക പരിജ്ഞാനത്തിൻ്റെ ഔന്നിത്യങ്ങളിലെത്തിയ തൻ്റെ സമപ്രായക്കാരെക്കാളും എല്ലാവരേക്കാളും അധികം മുതിർന്നു വന്ന ദൈവികമായ കാര്യങ്ങളിൽ അഗ്രഗണ്യനായി അറിയപ്പെട്ടിരുന്നൊരു മനുഷ്യനെ ഉപയോഗിച്ച് ദൈവം ആഴമേറിയ അടിസ്ഥാന വിശ്വാസ വിഷയങ്ങളെ ഈ ലോകത്തോട് വിളംബരം ചെയ്യാൻ, അതിനുവേണ്ടി വാദിക്കാൻ, പ്രതിരോധിക്കാൻ, ശക്തമായി അതിനുവേണ്ടി സംസാരിപ്പാൻ ആ അപ്പോസ്തലിലൂടെയാണ് ഈ ലേഖനം നൽകപ്പെട്ടത്. യഹൂദന്മാരിൽ ഒരുവനായിരുന്ന പൗലോസ് യഹൂദന്മാരോട് ഇടപെടുകയാണ്. അവിടെ വീഴ്ചകൾ, പരാധീനതകൾ, അവിടെ അപകടങ്ങൾ, കപടതകൾ എല്ലാം തുറന്നു കാട്ടുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർ പ്രതികരിച്ചു. സാങ്കല്പികമായ പ്രതിയോഗിയെപ്പോലെ അവർ ഓരോ ചോദ്യങ്ങൾ, അവരുടെ എതിർപ്പ്, അവരുടെ വിദ്വേഷം, അവരുടെ തർക്കം, അവരുടെ ആക്ഷേപം പൗലോസിനെതിരെ ഉയർത്തി. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ അവർ ഉയർത്തിയ ആക്ഷേപം, പൗലോസേ, നീ ദൈവത്തിൻ്റെ ഉടമ്പടികളെ മറികടക്കുന്നു. നിൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടികളെ നീ വില കുറച്ച് കാണുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പ്രവേശിച്ചവരാണ് ഞങ്ങൾ. ദൈവഭൂമുഖത്തെ ഉടമ്പടിയിലൂടെ ബന്ധപ്പെട്ട ജനമാണ് യഹൂദന്മാർ. ആ ഉന്നതമായ ബന്ധം നീ മറക്കുന്നു. ഞങ്ങളെക്കുറിച്ച് നീ കുറ്റാരോപണം ആരോപിക്കുമ്പോൾ പൗലോസ് വ്യക്തമായി മറുപടി പറഞ്ഞു. അവർ ചോദിച്ചു, എന്ത് പ്രയോജനം, എന്ത് വിശേഷതയാണ് ഞങ്ങൾക്കുള്ളത്? പൗലോസിന് വളരെയധികം വിശേഷതയുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ഉത്തരവാദിത്വത്തിൻ്റെ ഔന്നിത്യത്തിലാണ് നിങ്ങളെ ദൈവം ഭൂമിയിൽ വിളിച്ച് വേർതിരിച്ചത്. പക്ഷെ നിങ്ങൾ ആ ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ ആ പദവിയും ധരിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ നെഞ്ചത്ത് മെഡൽ കുത്തി നടക്കുന്നവരെ പോലെ ആ പദവിക്കൊത്തവണ്ണം ജീവിച്ചില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന പദ്ധതി നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അതാണ് നിങ്ങളുടെ പരാജയം. രണ്ടാമത് അവരുടെ പ്രതിഷേധം എന്തായിരുന്നു? രണ്ടാമതൊരു പറഞ്ഞത് ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നീ കുറച്ച് കാണുകയാണ്, അസാധുവാക്കുകയാണ്. കുറച്ച് പേര് കുറച്ച് പേര് അനുസരിച്ചില്ല, കുറച്ച് പേർ, ഞങ്ങളുടെ യഹൂദ മതത്തിൽപ്പെട്ട കുറച്ച് പേര് ദൈവത്തെ സ്നേഹിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ദൈവം ഞങ്ങളെ അവസാനം വരെ രക്ഷിക്കില്ലേ? ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമല്ലേ? ഞങ്ങൾ കുറച്ച് പേര് വിശ്വസിച്ചില്ല, ശരിയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചില്ല, ശരിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുമോ? ഇതാണ് അവരുടെ ചോദ്യം. അവിടെ വ്യക്തമായി നമ്മൾ മറുപടി കണ്ടു. ലോകത്തിലെ സകല മനുഷ്യരും അവിശ്വസ്തരായാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ തുടരും. മനുഷ്യൻ്റെ വിശ്വസ്തത അനുസരിച്ചല്ല ദൈവത്തിൻ്റെ വിശ്വസ്തത നിൽക്കുന്നത്. മനുഷ്യൻ്റെ അവിശ്വസ്തത കണ്ടുകൊണ്ട് ദൈവം വിശ്വസ്തൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം പുറകോട്ട് പോകുന്നുമില്ല. 3-ാമത്തെ എതിർപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഇവിടെ പറയുന്നു, എന്നാൽ നമ്മുടെ അനീതി, യഹൂദന്മാരെക്കുറിച്ചാണ് അവരാണ് പറയുന്നത്, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? വളരെ ആഴമേറിയ ഈടുറ്റൊരു ലേഖനമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധ, ജാഗ്രത, പ്രാർത്ഥന, ഇതിൻ്റെ വിശദീകരണങ്ങൾ കേൾക്കുവാൻ ആവശ്യമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ ഈ അവസ്ഥയ്ക്ക് മറുപടി പറയുകയാണ്. അവിടെ ചോദ്യം ഇതാണ്, നമ്മുടെ അനീതി, ഇത് യഹൂദന്മാരുടെ അനീതി, ദൈവഹിതപ്രകാരം ജീവിക്കാത്ത പരാജയം, തെറ്റ്, ഈ അനീതി കൊണ്ട് പക്ഷേ ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കിയല്ലേ? ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് വിരോധമായി ഞങ്ങൾ പ്രവർത്തിച്ചില്ല. ഞങ്ങൾക്ക് ഈ ഒരവസ്ഥയുണ്ടായി, പരാജയമുണ്ടായി, അവിശ്വസ്തതയുണ്ടായി. പക്ഷെ അത് ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുവാൻ ദൈവത്തിന് അവസരം കൊടുക്കുകയല്ലേ? ഇതാണ് അവരുടെ വാദം. ദൈവത്തിന് കൂടുതൽ തൻ്റെ മഹത്വം, തേജസ് ലോകത്തെ അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ഞങ്ങളൊരു കാരണമാവുകയല്ലേ? ഒരു വിധത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പാപം ശരിയാണ്, ഞങ്ങൾ പാപം ചെയ്തു, പക്ഷേ ആ പാപനിമിത്തം ദൈവം കൂടുതൽ നല്ലവനാണെന്ന് ലോകം തിരിച്ചറിയാൻ കാരണമായില്ലേ? ഞങ്ങൾ പാപം ചെയ്തു ശരി, പക്ഷേ ഞങ്ങളുടെ പാപനിമിത്തം ദൈവത്തിൻ്റെ നന്മ ലോകത്തിലുള്ളവർക്ക് അറിയാൻ ഇടവന്നില്ലേ? അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് വിശേഷിക്കുന്നത്? ദൈവം കൂടുതൽ മഹത്വപ്പെടാൻ ഞങ്ങൾ കാരണമാവുകയല്ലേ ചെയ്തത്? അപ്പോൾ ഈ ഒരു എതിർപ്പുകാരൻ, ഈ ഒരു പ്രതിയോഗി, അല്ലെങ്കിൽ ഈ ഒരു വിരോധി
ഒരു പൊതുവായ വിഷയം അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ കൂടുതൽ വ്യക്തമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടാനിടയായി. വളരെ ശ്രദ്ധിക്കുക, ഇവരുടെ ന്യായമാണ്. ഈ തരത്തിലാണ് ഇവിടെ മനസ്സ് ചിന്തിക്കുന്നത്. പാപം ചെയ്ത എല്ലാ മനുഷ്യരും ഇങ്ങനെയുള്ള ന്യായങ്ങൾ കണ്ടെത്തും. ഇവർ പറയുന്നത് ഞങ്ങൾ അനീതി ചെയ്തു, ശരി, ഞങ്ങളുടെ അനീതി, പക്ഷേ ദൈവത്തിൻ്റെ നീതി വളരെ വ്യക്തമായി പ്രസിദ്ധമാകാൻ, വ്യക്തമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടാൻ അത് കാരണമായില്ലേ? ഞങ്ങളുടെ അനീതി കൊണ്ടല്ലേ അത് സാധിച്ചത്? ഇപ്പോൾ ഒരു കുറ്റവാളി കൂടുതൽ തെറ്റ് ചെയ്യുമ്പോൾ ന്യായാധിപൻ്റെ നീതി കുറേ കൂടി വെളിപ്പെടുകയല്ലേ? കുറ്റവാളിയുടെ ക്രൂരമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ, ആ സമയത്തല്ലേ ന്യായാധിപൻ്റെ നീതി കൂടുതൽ ലോകം അറിയുന്നത്? ഒരു പക്ഷേ ഇവിടെ സുവിശേഷത്തിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സുവിശേഷത്തിൽ വെളിപ്പെട്ട നീതിയെക്കുറിച്ച് പോലും ഉദ്ദേശിക്കുന്നുണ്ടാകാം. ഞങ്ങൾ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ ക്രിസ്തു ക്രൂസിലെ മരിക്കാനും ലോകത്തിൻ്റെ രക്ഷയാകാനും കാരണമായത്? ഈ തരത്തിൽ മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി കൂടുതൽ പാപത്തിലേക്ക് പോകുമ്പോൾ സുവിശേഷം കൂടുതൽ അനുഗ്രഹമായി വെളിപ്പെടുന്നു. അപ്പോൾ ഈ പ്രതിയോഗി അഥവാ എതിർപ്പുകാരൻ, വിദ്വേഷി പൗലോസിൻ്റെ ഉപദേശത്തിനെതിരെ പ്രതികരിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ദൈവത്തിന് സഹായം ചെയ്തു. കാരണം ഞങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം ആരാണ് എന്ന് കൂടുതൽ വെളിവായി, തേജസ്സോടെ, പ്രഭയോടെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്തു പറയണം? ദൈവത്തിന് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ദൈവത്തിൻ്റെ കോപം ഞങ്ങളുടെ മേൽ വരേണ്ടത് ന്യായമാണോ? ഞങ്ങൾ ദൈവത്തെ സഹായിക്കുകയല്ലേ ചെയ്തത്? ശരി, പുറജാതികളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധമുണ്ടായി, സമ്മതിച്ചു. പുറജാതികളാണ്, ഉടമ്പടിയില്ലാത്തവരാണ്, ലോകത്ത് ദൈവമില്ലാത്ത, പ്രത്യാശയില്ലാത്തവരാണ്. റോമലേഖനം 1:18 ഞങ്ങളത് കേട്ടു, മനസ്സിലായി. പിന്നെ ന്യായവാദം പറയുന്ന 2-ാം അധ്യായം റോമലേഖനം 2:5-8 അവരെക്കുറിച്ച് ഞങ്ങൾ കേട്ടു, പ്രതിവാദം പറയുന്ന മനുഷ്യൻ. പക്ഷേ യഹൂദന്മാരായ ഞങ്ങൾ, ദൈവത്തിൻ്റെ ഉടമ്പടി ജനമായി ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വരാനുള്ള കാരണമെന്ത്? അതിനകത്ത് ന്യായമില്ലല്ലോ. ഞങ്ങളുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കി. ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു, മത്സരിച്ചു, അവിശ്വസ്തത കാണിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ നീതി അതുകൊണ്ട് കൂടുതൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ലോകത്തിന് മുമ്പിൽ ദൈവം ആരെന്ന് ലോകത്തെ അറിയുവാൻ അത് ഇടവരുത്തി. അപ്പോൾ ഞങ്ങളെ ശിക്ഷിക്കുന്നതിനകത്ത് ന്യായമില്ല. അത് ഞങ്ങളെ ശിക്ഷിക്കുന്നതിൽ അന്യായമാണ്. ഞങ്ങളാണ് ദൈവത്തിന് സഹായമായി നിന്നത്. ലോകത്തിന് ദൈവത്തെ അറിയുവാൻ ഞങ്ങൾ സഹായം ചെയ്യുകയാണ്. ഒരു വല്ലാത്ത നിലപാടാണ്. അപ്പോൾ ഈ ഒരു വക്രത നിറഞ്ഞ ന്യായം, ഈ ന്യായത്തിനകത്ത് വക്രതയുണ്ട്. ഇതാണ് അവർ നിരത്തിയ ന്യായം. പൗലോസ് വല്ലാതെ കുഴഞ്ഞു ഭ്രമിച്ചു വലയുന്നൊരു മനസ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് പൗലോസ് അവിടെ ഒരു ക്ഷമാപണം പോലെ പറയും. അവിടെ പറയുന്നു, ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു. അത് പിന്നീട് വിവരിക്കാം എന്താ അർത്ഥമെന്ന്. ഒരു ക്ഷമാപണം പോലെ താൻ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ യഹൂദന്മാരുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കി. ഇത് അവർ പറയുന്നതാണ്, പ്രതിയോഗി പറയുകയാണ്. പൗലോസിൻ്റെ വാക്കുകൾ കേട്ട പ്രതിയോഗിയുടെ ന്യായമാണ്. ഞങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കി. അതുകൊണ്ട് ഇവർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? പുറജാതികളെ ദൈവം ശിക്ഷിച്ചു, ന്യായം, ശരി. 2-ാം അധ്യായത്തിൻ്റെ 5-8 വാക്യങ്ങളിൽ അവിടെയും നമ്മൾ കണ്ടു, ഹൃദയകാഠിന്യവും അനുതാപമില്ലാത്ത ഹൃദയത്തെ കോപദിവസത്തേക്ക് ദൈവത്തിൻ്റെ നീതിയുള്ള വിധി ചരിതിച്ചു വയ്ക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് നമ്മൾ കണ്ടു. അതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷേ യഹൂദന്മാരുടെ മേൽ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ മേൽ ഈ കോപവും ക്രോധവും ശിക്ഷാവിധിയും വരുന്നതിന് ന്യായമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം പാലിക്കണ്ടേ? ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം, യഹൂദ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം അത് പാലിക്കണ്ടേ? ഞങ്ങൾ അവിശ്വസ്തരായി, ശരി, സമ്മതിച്ചു. അനുസരണക്കേട് കാണിച്ചു, സമ്മതിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം കാത്തു സൂക്ഷിക്കണ്ടേ? ദൈവത്തിന് ഞങ്ങളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ? ദൈവം ശിക്ഷിച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയില്ലേ? ദൈവത്തിൻ്റെ നീതി ദൈവം കാത്തില്ലല്ലോ. ഞങ്ങളെ ശിക്ഷിച്ചാൽ ദൈവത്തിൻ്റെ വാക്ക് തെറ്റിപ്പോകില്ലേ? ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്, യഹൂദന്മാർ പറയുന്നത്, ഞങ്ങളെ ശിക്ഷിക്കുകയും ഞങ്ങൾക്ക് നേരെ ദൈവക്രോധം പ്രകടിപ്പിക്കുകയും ചെയ്താൽ അത് ദൈവത്തിൻ്റെ അനീതിയാണ്, ദൈവത്തിൻ്റെ നീതിയല്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ്.
ഞങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമാകുകയാണ്. അവിടെ ഞങ്ങളെ ശിക്ഷിക്കുന്നത് ന്യായമില്ല. അപ്പോൾ അവർ പിടിവാശിയോടെ അവരെത്ര പാപത്തിൽ വീണ് കിടന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ്, ഞങ്ങൾ അവസാനം രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഞങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ്, ഞങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ദൈവത്തിന് ഞങ്ങളെ നിർമൂലമായി നശിപ്പിക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വാഗ്ദാനം ഞങ്ങളുടെ മേലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എത്ര ദുഷ്ടരായി ഞങ്ങൾ തകർന്നു പോയാലും അവസാനം ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഇത് ലോകത്തിൽ പലരും കൊണ്ടു നടക്കുന്ന നിലപാടാണ്. ഞങ്ങൾ രക്ഷപ്പെട്ടു, സ്നാനമേറ്റു, രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾക്ക് ഒരിക്കൽ ദൈവം നരകത്തിൽ തള്ളിവിടില്ല, ഞങ്ങളുടെ രക്ഷ ഭദ്രമാണ്. ബൈബിൾ അറിയാത്ത മനുഷ്യരുടെ ന്യായങ്ങളാണ്. പൗലോസ് ഈ ചോദ്യം നേരത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. യഹൂദന്മാർ ഇടപെടുമ്പോൾ അവിടെ മനസ്സിലുണ്ടാകുന്ന ന്യായമായ അവസ്ഥകൾ പൗലോസിന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ക്രോധത്തിനെതിരെ, നീതിയുള്ള ക്രോധത്തിനെതിരെ, നീതിയുള്ള ന്യായവിധിക്കെതിരെ യഹൂദന്മാരുടെ പ്രതികരണം ഇങ്ങനെയാകുമെന്ന് പൗലോസിനറിയാം. ഇത് യഹൂദ അവിശ്വാസികളുടെ വാദഗതിയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് രക്ഷയിലേക്ക് വന്നിട്ടുള്ള നീതീകരിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രതികരണമല്ല, അവിശ്വാസികളായ യഹൂദജനത്തിൻ്റെ പ്രതികരണമാണ്. അവർ ചോദിക്കുന്നതാണ്, ദൈവത്തിൻ്റെ അനീതിയല്ലേ ഇത്? യഹൂദിനെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അനീതിയല്ലേ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ എപ്പോഴും അവൻ്റെ പാപത്തെ ന്യായീകരിക്കാൻ, അതിനെ ഒഴികഴിവ് കണ്ടെത്താൻ, എന്തുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്നൊരു ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകി മാറാൻ പല വഴികളും കണ്ടെത്തും. അതാണ് മനുഷ്യൻ്റെ വക്ര നിറഞ്ഞ മനസ്സിൻ്റെ ആഴം. ചെയ്ത തെറ്റെന്ന്, അത് ദൈവത്തിൻ്റെ നീതിക്ക് വിരോധമായി ദൈവത്തെ വേദനിപ്പിച്ചതാണെന്ന് വ്യക്തമായി സമ്മതിക്കാൻ തയ്യാറാകില്ല. അപ്പോൾ ഇവരുടെ വാദം അതാണ്. അനീതി ഒരു ഗുണമാണ്, ഞങ്ങളുടെ അനീതി ഒരു പ്രയോജനമാണ്, അത് ആഗ്രഹിക്കത്തക്കതാണ്. കാരണം അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമായത്. നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കി. അപ്പോൾ അനീതി ഒരു ഗുണമാണ്, അനീതി ഒരു നല്ല കാര്യമാണ്. ഞങ്ങളുടെ അനീതി കൊണ്ട് ദൈവം കൂടുതൽ വെളിപ്പെട്ടു. അപ്പോൾ അനീതി നല്ലതല്ലേ? അനീതി നമുക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അനീതി കാണിച്ച് ഞങ്ങളെ ദൈവത്തിൽ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? അപ്പോൾ ദൈവം അനീതി കാണിക്കില്ലേ ഞങ്ങളെ ശിക്ഷിച്ചാൽ? ഞങ്ങളെ ശിക്ഷിക്കുന്നതിനുള്ള ദൈവം അനീതിയല്ലേ കാണിക്കുന്നത്? ഞങ്ങളുടെ മേൽ കോപം ചൊരിഞ്ഞാൽ? കാരണം ഞങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമാക്കുകയും അങ്ങനെയുള്ള ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്താൽ അത് തെറ്റല്ലേ? ഞങ്ങളുടെ അനീതി കൊണ്ടല്ലേ ദൈവപുത്രനെ ക്രിസ്തു ക്രൂസിലേക്ക് പോയത്? ക്രിസ്തുവിനെ ക്രൂസിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ പങ്ക് വലുതല്ലേ? ക്രൂസിലേക്ക് ക്രിസ്തു പോയതുകൊണ്ടല്ലേ ലോകത്തിൽ രക്ഷയുണ്ടായത്? അപ്പോൾ ഞങ്ങളെ ശിക്ഷിക്കാമോ? പൗലോസിൻ്റെ മറുപടി ശക്തമാണ്. 5-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത്, ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. പൗലോസ് ഒരു പക്ഷേ പലപ്പോഴും യഹൂദന്മാരുടെ സംസാരിക്കപ്പെട്ട മനസ്സിൽ ഉയർന്നു വരുന്ന ഈ ചിന്താഗതി താൻ നേരത്തെ കണ്ടിരിക്കാം, മനസ്സിലാക്കിയിരിക്കുക. അത് ഇപ്പോൾ ഇവിടെ പൗലോസ് എഴുതുകയാണ്, ഒരു സംഭ്രമത്തോടെ അത് പറയുകയാണ്. വളരെ ശക്തമായ നിഷേധ വാക്കുകളാണ് ആരംഭിച്ചത്. ഒരു നാളും അല്ല, ഒരു നാളുമല്ല. ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമില്ല. എന്താണ് മാനുഷ്യരീതി പറയുന്നു പറഞ്ഞാൽ പൗലോസ് ഉദ്ദേശിക്കുന്നത്? പൗലോസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ അവൻ്റെ പാപത്തെ ന്യായീകരിക്കാൻ ഏതറ്റം വരെ പോകും എന്നത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. മനുഷ്യൻ തൻ്റെ പാപത്തെ ന്യായീകരിക്കാൻ, ഞാൻ പാപം ചെയ്തിട്ട് ഇതുകൊണ്ടാണ്, ഇങ്ങനെയാണ്, എൻ്റെ ജന്മദോഷം കൊണ്ടാണ്, വളർത്തിയ ദോഷം കൊണ്ടാണ്, കൂട്ടുകാരങ്ങനെ ആയതുകൊണ്ട്, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, അന്നേരം പെട്ടെന്ന് മയക്കത്തിലാണ്, പല തരത്തിൽ ചെയ്തു പോയ പാപത്തെ ന്യായീകരിക്കാൻ മനുഷ്യൻ നടത്തുന്ന ശ്രമം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. ഞങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുമ്പോൾ, അങ്ങനെ ഞങ്ങളുടെ അനീതി കൊണ്ട് ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമാക്കിയിട്ട് അങ്ങനെയുള്ള ഞങ്ങളെ ദൈവം ശിക്ഷിക്കുന്നതിൽ അന്യായമാണ് എന്ന് പറയുന്നത് മാനുഷ്യരീതിയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളുടെ പാപത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകും എന്ന മനസ്സിനെ കാണിച്ചിരിക്കുകയാണ്. ഇതൊരു ഉപായമാണ്. അത് ദൈവം ആത്മാവ് ശക്തമായി പൗലോസിനോട് പറഞ്ഞു, ഒരു നാളുമല്ല. നിശ്ചയത്തോടെ, ഒരു ദൃഢനിശ്ചയത്തോടെ പൗലോസ് പറയുന്നത്. ഇവിടെ നിശ്ചയമുള്ള സംക്ഷിപ്തമായ ചുരുക്കമായ ഖണ്ഡനം അതിനെ നിഷേധിക്കുകയാണ് പൗലോസ്. ഒരു നാളും വരുന്നത്. ഇതിൻ്റെ പൗലോസ് ചോദിക്കും, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? വളരെ എനിക്ക് രസകരമായൊരു വാദഗതിയാണ്. ഈ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, പാപം ഒരു ഗുണമാണെങ്കിൽ,
പാപം കൊണ്ടൊരു നന്മയുണ്ടായെങ്കിൽ, നിങ്ങളുടെ അനീതി കൊണ്ട് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടെങ്കിൽ, അത് യഹൂദനാകട്ടെ പുറജാതിയാകട്ടെ, നിങ്ങൾ ചെയ്ത അനീതി കൊണ്ട് പാപം കൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും ലോകത്തിന് വെളിപ്പെട്ടുവെങ്കിൽ, അപ്പോൾ പാപം ഒരു നല്ല കാര്യമാണെങ്കിൽ ദൈവം എങ്ങനെ ലോകത്തെ ന്യായം വിധിക്കും? കാരണം പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്യുന്തോറും അവനിലൂടെ അവൻ്റെ പാപത്തിലുള്ള ദൈവത്തിൻ്റെ നീതി കൂടുതലായി ലോകത്തിന് വെളിപ്പെട്ട് വരികയല്ലേ. അപ്പോൾ പാപത്തെ ദൈവം എങ്ങനെ ശിക്ഷിക്കും? പാപം ദൈവത്തിന് സഹായം ചെയ്യുകയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ സിൻ മേക്ക് ഗോഡ് ലുക്ക് ഗുഡ്. ഞങ്ങളുടെ പാപനിമിത്തമല്ലേ ദൈവം എത്രയും വിശുദ്ധനാണെന്ന് ലോകം അറിഞ്ഞത്. ഞങ്ങളുടെ പാപം ദൈവത്തെ സഹായിക്കുകയല്ലേ. അപ്പം പൗലോസ് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ദൈവം ലോകത്തെ ന്യായം വിധിക്കും? അപ്പം പൗലോസ് വെറും ക്ഷമാപണം നടത്തുകയില്ല, അതിനുമപ്പുറം ശക്തമായ ഭാഷയിൽ താൻ ചോദിക്കുകയാണ്. ദൈവം അനീതിയുള്ളവനാണെങ്കിൽ ദൈവത്തിന് ഒരിക്കൽ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുള്ള യോഗ്യതയില്ല, പ്രാപ്തിയില്ല. അനീതിയുള്ള ദൈവം എങ്ങനെ ന്യായം വിധിക്കും? ഇപ്പോൾ കൈക്കൂലി വാങ്ങി എല്ലാവർക്കും അറിയാം, ഈ ജഡ്ജി കൈക്കൂലി വാങ്ങിയ ആളാണ്, കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ ജഡ്ജ് കോടതിയിൽ ന്യായാധിപനായിരിക്കുന്ന കോടതിയിലെ ബെഞ്ചിൽ നമ്മൾ ഒരിക്കലും കേസ് കൊടുക്കില്ല, ഒരു കേസിന് പോകില്ല. കാരണം ആ കോടതിയിലെ ന്യായാധിപൻ സത്യത്തിനുവേണ്ടി നിൽക്കുന്ന ആളല്ല. ഇപ്പോൾ ദൈവം അനീതിയുള്ളവനാണെങ്കിൽ ദൈവം എങ്ങനെ ലോകത്തെ ന്യായം വിധിക്കും? ഉൽപ്പത്തി 18:25 അബ്രഹാം സാക്ഷ്യപ്പെടുത്തിയാണ്, നീ സർവ്വഭൂമിയുടെ ന്യായാധിപനാണ്. സർവ്വഭൂമിയുടെ ന്യായാധിപനാണ്. പുറജാതികൾക്ക് യഹൂദന്മാർക്ക് അറിയാവുന്ന സത്യമാണ്, ദൈവം സർവ്വഭൂമിയുടെയും ന്യായാധിപനാണ്. അപ്പോൾ ദൈവത്തിനെതിരെ ദോഷമാരോപിക്കുന്ന, ദൈവത്തിൻ്റെ നീതിക്കെതിരെ ദോഷമാരോപിക്കുന്ന ഈ അവസ്ഥ ന്യായാധിപനാകാനുള്ള ദൈവത്തിൻ്റെ പ്രാപ്തിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ദൈവം ന്യായാധിപൻ എന്നുള്ള സത്യത്തെ തകർക്കാനുള്ള ശ്രമമാണ്. അത് ശരിക്കൊരു അസംബന്ധമാണ്. പൗലോസ് പറയുന്നു, ഇതിനേക്കാൾ അപ്പുറമായി ചില കാര്യങ്ങൾ പറയുകയാണ്. വളരെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക. പൗലോസ് ഇതിനും അപ്പുറമായിട്ട് ചില കാര്യങ്ങളോട് പറയുന്നുണ്ട് യഹൂദന്മാരുടെ ഈ വാദഗതിക്ക് മറുപടിയായി. അപ്പോൾ പൗലോസ് കേട്ടത് ഇവർ പറഞ്ഞതാണ് യഹൂദന്മാരുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. യഹൂദന്മാരുടെ അനീതി ദൈവത്തിൻ്റെ നീതി കൂടുതൽ വെളിപ്പെടാൻ കാരണമാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് യഹൂദന്മാരെ ശിക്ഷിക്കാൻ പറ്റില്ല. പൗലോസ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. പൗലോസ് പറയും, നിങ്ങളുടെ ഈ ന്യായം, നിങ്ങളുടെ ഈ വാദഗതി പുറജാതികളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്കും അറിയാം, നിങ്ങളെക്കാളും ദുഷ്ടരും അതിക്രമം ചെയ്യുന്നവരും അനീതിയുള്ളവരും പുറജാതികളാണ്. പുറജാതികൾ വളരെ അനീതിയുള്ളവരാണ്. അത് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവയെന്ന് തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് അവരോട് ചോദിച്ചു. ഇപ്പോൾ യഹൂദന്മാർ അവർ പുറജാതികൾ അവരെക്കാളും തരം താഴ്ന്നവരാണെന്ന് പറയുന്ന ആൾക്കാരാണ്, സമ്മതിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വാദഗതി എന്താണ്? അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. പുറജാതികൾ നിങ്ങളെക്കാളും അനീതിയുള്ളവരാണ്. അപ്പോൾ നിങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ നീതിയെ പ്രകാശിപ്പിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്, പ്രസിദ്ധമാക്കുന്നത് പുറജാതികളല്ലേ? കൂടുതൽ പാപം അവരല്ലേ ചെയ്യുന്നത്? കൂടുതൽ ദുഷ്ടത അവരുടെ ജീവിതത്തിലല്ലേ? അവരുടെ ജീവിതത്തിലെ കൂടുതൽ ദുഷ്ടതയും അനീതിയും ഉള്ളത്. ഇപ്പം നിങ്ങളുടെ അനീതിയേക്കാളും കൂടുതൽ അനീതി ചെയ്യുന്ന പുറജാതികളല്ലേ ദൈവത്തിൻ്റെ നീതിയെ കൂടുതൽ പ്രസിദ്ധമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പുറജാതികളെ ശിക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളവരെ വിധിച്ചവരല്ലേ, ദൈവത്തിന് വരെ വിധിക്കാൻ പറ്റുമോ? കാരണം അവരാണ് ദൈവത്തെ കൂടുതൽ വെളിപ്പെടുത്തിയത്, കാരണം അവരാണ് അത്രയ്ക്കും ദുഷ്ടൻ. അപ്പോൾ നിങ്ങളുടെ ഈ ന്യായം അവിടെ ഉപയോഗിക്കണം. അപ്പോൾ ദൈവത്തിന് ആരെയും വിധിക്കാൻ പറ്റില്ല. നിങ്ങളെ വിധിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നു അതിൻ്റെ ന്യായം നിങ്ങൾ നിരത്തിയത് ഞങ്ങളുടെ നീതിയെ പ്രസിദ്ധമാക്കി, ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കി, ദൈവം ആരെന്നറിയാൻ ലോകത്തിന് കാരണമായി. അതുകൊണ്ട് ഞങ്ങളെ വിധിക്കാൻ പറ്റില്ല, ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല. ശരി, ഇതേ ന്യായം തന്നെ ഇപ്പുറത്ത് ഉപയോഗിച്ച് നോക്ക്. ജാതികൾ അവർ നിങ്ങളെക്കാൾ ദുഷ്ടരും അനീതിയുള്ളവരാണ് നിങ്ങൾ പറയുന്നു. അപ്പോൾ അവരെ ന്യായം വിധിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ 2 വാദങ്ങളെയും മനസ്സിലാക്കുമ്പോൾ, ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എത്ര മൂഢത്തരമായ ന്യായമാണ് യഹൂദന്മാർ നിരത്തിയത്! എത്ര അസംബന്ധമാണ് അവർ പറഞ്ഞത്! ലോകത്തിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ സംഭവിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ഒരു തെറ്റൊരാൾ ചെയ്യുമ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കാൻ എല്ലാ തരത്തിലും അസംബന്ധമായ, ബുദ്ധിക്ക് നിരക്കാത്ത ന്യായങ്ങൾ അവർ നിരത്തും. ചെയ്ത തെറ്റിനെ
മറച്ചു വയ്ക്കാൻ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ. ഏതും തോട്ടം മുതൽ നമുക്കത് കാണാം. 33:12 ആദാം യഹോവയോട് പറഞ്ഞതാണ്, നീ എനിക്ക് തുണയായി തന്ന, നീ എനിക്ക് തന്ന സ്ത്രീ ഈ പഴം പറിച്ച് തന്നു, ഞാൻ തിന്നു. തെറ്റ് സമ്മതിച്ചില്ല. ഒരു കൊച്ചുകുട്ടി കൈതട്ടി പാത്രമോ കപ്പോ താഴെ വീണ് പൊട്ടി. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കുട്ടി പറയും, അത് പൂച്ച ചാടിയതാണ്, അല്ലെങ്കിൽ പട്ടി ചാടിയതാണ്. സമ്മതിക്കില്ല. യൗവനക്കാരൻ, യൗവനക്കാരി ഇപ്പോഴത്തെ പുതിയ ഭ്രമവും കമ്പത്തിൻ്റെയൊക്കെ പിന്നാലെ ഓടുമ്പോൾ മാതാപിതാക്കൾ ചോദ്യം ചെയ്താൽ പറയും, അതിനകത്ത് എല്ലാവരും, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ചെയ്യുന്നതാണിത്. സമ്മതിക്കില്ല, തെറ്റാണെന്ന്. വിവാഹിതനായ പുരുഷന് ഭാര്യയായ ഭർത്താവായാലും അവിഹിത ബന്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയും, എൻ്റെ ഭർത്താവ് എന്നോട് സഹകരിക്കാറില്ല, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല. ന്യായീകരിക്കാൻ വളരെ എളുപ്പമാണ് തെറ്റ് സമ്മതിച്ച് മാനസാന്തരപ്പെടുന്നതിനേക്കാളും. ഇതാണ് ഇവിടെ യഹൂദന്മാരും കാണിച്ചത്. അവിടെ തെറ്റ്, പാപം, അനീതി, അശ്രദ്ധ, അനുസരണക്കേട് സമ്മതിക്കുന്നതിന് പകരം അവർ കണ്ടുപിടിച്ച വക്രത നിറഞ്ഞ ന്യായം എന്താണ്? ഞങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കി. അതായത് ഞങ്ങൾ ദൈവത്തെ സഹായിച്ചു, ഞങ്ങളാണ് ദൈവത്തെ സഹായിച്ചത്. ഇവിടെ ദൈവത്തിന് ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല. പൗലോസിൻ്റെ തിരിച്ചുള്ള ചോദ്യം ശക്തമാണ്. നിങ്ങളെക്കാളും അനീതിയുള്ള പുറജാതികൾ, അപ്പോൾ അവരെ എങ്ങനെ ദൈവം ശിക്ഷിക്കും? അപ്പോൾ ദൈവത്തിന് എങ്ങനെ ന്യായാധിപനായിരിക്കാൻ പറ്റും? ആരെയും ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. തുടർന്നുള്ള പഠനങ്ങളിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാണും. ഓരോ പഠനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ അത് അടിസ്ഥാനപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക, ദൈവഹിതവും വഴികളും അറിയുക. ഇത് വിവരസമ്പാദനമാകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം വരുത്തുന്ന സ്വർഗീയ സത്യങ്ങളായിത്തീരണം. ഹൃദയത്തിലേക്ക് ദൈവവചനം പ്രവേശിക്കണം. വിശ്വാസത്തിൽ വളരണം. ദൈവം നിങ്ങളെ സഹായിക്കും. തുടരാം അടുത്ത ദിവസം. അടുത്ത 3 ദിവസം നമുക്ക് അവധിക്കാലങ്ങളായതുകൊണ്ടും തിരക്കുകളുള്ള കാലമായതുകൊണ്ടും 3 ദിവസം 28, 29, 30 3 ദിവസം നമ്മുടെ പഠനങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല, KSPയിലും COCയിലും. അതിനുശേഷം 31-ാം തീയതി മുതൽ വ്യാഴാഴ്ച മുതൽ വീണ്ടും ക്ലാസ് ആരംഭിക്കുന്നു. താങ്ക് യു.